ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഇച്ചിരി വലിയ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പിള്ളേർക്ക് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്ക കുട്ടികൾക്കും ബട്ടൂര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ബട്ടൂര എപ്പോഴും വേണ്ട, നിലപ്പുഴൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ പാത്രത്തിൽ നിന്ന് ഇച്ചിരി പാലൊഴിക്കാൻ ഇച്ചിരി പ്രയാസം. അപ്പം ഞാനൊരു തവിയിൽ എടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് നനയ്ക്കുക. ചെറു ചൂടുണ്ട്. ഇന്ന് ഗസ്റ്റ് വരാൻ പോകുന്ന ആരാന്നറിയോ? എനിക്കുള്ള പരിചയത്തെക്കാട്ടിലും കൂടുതലും നമ്മുടെ പ്രേക്ഷകർക്കാർക്കും അവരെ ഏറ്റവും കൂടുതൽ പരിചയം. ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀರಾ? ആ ബിജു ആന്ന് പറഞ്ഞല്ലേ? ഞാനെല്ലാം ആന്ന് പറഞ്ഞാൽ ശരി. നമസ്തേ. ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? എന്നാ അറിയോ, ചെടിക്ക് ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കാന്ന് വിചാരിച്ചു. ചെടിക്കും ജീവൻ ഉണ്ടെന്ന് അറിയത്തില്ലേ? ഒത്തിരി എന്നാ പറയാ, ഞാൻ ലൈഫിൽ ഒരാളെ മീറ്റ് ചെയ്തേ. അന്നേരം പുള്ളിക്കാരത്തി എന്നോട് പറയുന്നത് എന്നാന്നറിയോ, ഈ ചെടി ആന്നേല് നമ്മൾ വെള്ളം ഒഴിച്ചില്ലേല് അതിനുമൊക്കെ ജീവനുള്ളതാണ്. നേരെ അതിന് ജീവനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളിക്കാരത്തി എന്നാ പറയുന്നറിയോ, അത് നമ്മൾ കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്ന പോലെ അതിൻ്റെ എന്നാ പറയുക ഇലയിലൊക്കെ മണ്ണിരുന്നാൽ ഇതൊക്കെ കുളിപ്പിക്കും. അതിന് കറക്റ്റ് സമയം നമ്മുടെ ഒരു മനുഷ്യനെ നോക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പുള്ളിക്കാരത്തി ചെടികളെ നോക്കുന്നതെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവ്രി കാര്യത്തിനല്ലേ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ എന്നാന്നറിയോ, പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കും. ആരായി പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കാത്ത? എല്ലാവരും വഴക്കുണ്ടാക്കുവേ. എന്നതേലും ഒരു ചെറിയ കാര്യം മതി. ചിലപ്പോൾ ആഹാര കാര്യമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് പോയെന്നോ, അല്ലെങ്കിൽ എൻ്റെ പേന കൊണ്ടുപോയെന്നോ, എൻ്റെ ബുക്ക് എടുത്തോന്നോ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്നതേലും ഒരു കാര്യമായിരിക്കും. ഇപ്പം എൻ്റെ പിള്ളേരാണെങ്കിൽ കുറച്ചുകൂടി വലുതായ പിന്നെ പേനയും പുസ്തകവും ഒക്കെ പോയിട്ട് വലിയ വലിയ കാര്യത്തിലോട്ട് കയറി. എന്നാന്ന് വെച്ചാൽ വണ്ടിയുടെ കീ അവിടെ കൊണ്ടുവച്ചു, ഞാനെടുത്ത് അവിടെ അല്ലേ വെച്ച് ഇവിടെ വെക്കണ്ടേന്നൊക്കെ. ഇത് സത്യമാണ്. പക്ഷെ ഞാനൊരു തീരുമാനം വീട്ടിനകത്ത് എടുത്ത് എന്നാന്നറിയാമോ, നമ്മൾ ഏതൊരു വഴക്കും അത് അധികം ദീർഘിപ്പിക്കരുത്. എന്നാന്നോ, ഒത്തിരി ദീർഘിപ്പിച്ചാണ്ടല്ലോ അതിൻ്റെ ആഴം കൂടും. ആഴം കൂടിക്കഴിഞ്ഞാൽ അത് വലിയ ദോഷങ്ങളിലേക്ക് മാറും. ഇപ്പം മിക്കവരും എന്നോട് പറയാറുണ്ട്, പണ്ടത്തെ പോലെ സഹോദര സ്നേഹമില്ല, സഹോദര ബന്ധങ്ങളില്ല, പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ, ഇപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു പോവാറില്ല. ഇതൊക്കെ എന്നാ പറ്റുന്നത്? ഈ പറയുന്ന ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണമായിട്ട് വരുന്നത്. ഒരു ചെറിയ പിണക്കം ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ളത് ചിലപ്പോൾ 1 മണിക്കൂറാവും, ചിലപ്പോൾ അത് 2 ദിവസമാവും, ചിലപ്പോൾ 3 ദിവസമാവും. ഈ ദീർഘം കൂടുന്ന അനുസരിച്ചുണ്ടല്ലോ ഈ കൂടപ്പറപ്പുകൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതാവും. അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒട്ടും താങ്ങാൻ ഒക്കില്ല. എന്നെ പോലെ എത്ര അമ്മമാരുണ്ട് നമ്മുടെ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കി എന്നതേലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ബന്ധങ്ങളില്ലാതെ പോകുന്ന കാണാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല അല്ലേ? അപ്പം എന്നാ നമ്മൾ ചിട്ടയായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ വന്ന കുറേ ഗസ്റ്റും അത് തന്നെയാണ് പറഞ്ഞത്, ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. എല്ലാവരോടും ഈച്ച് ആൻഡ് എവരി, ഒരു കൊച്ചിനോടാന്നേ പോലും നമ്മുടെ വീട്ടിലെ ഒരു അഭിപ്രായം ചോദിക്കുക. അവരുടെ അഭിപ്രായത്തിന് പോലും ഒരു വാല്യൂ ഉണ്ട് ഇല്ലേ? അവർ ചോദിക്കും അച്ഛനും അമ്മയും സംസാരിക്കുന്നിടത്ത് മക്കൾ ഇരിക്കല്ലേ എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെ അല്ല. നമ്മളെക്കാട്ടിലും വിവരമുണ്ട് അവർക്ക്. അവരുടെ അഭിപ്രായം പറയട്ടെ, ചിലപ്പോൾ നല്ലൊരു അഭിപ്രായം ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നായിരിക്കും വരുന്നത്. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ, നമ്മുടെ ഫാമിലിയിലുള്ളതായാലും ശരി, സൊസൈറ്റിയിലുള്ളതായാലും ശരി, എല്ലാവർക്കും അതിൻ്റെതായ വാല്യൂ കൊടുത്താലുണ്ടോ ഈ വഴക്കും അടിയും ബഹളവും ഇതെല്ലാം മാറിയേച്ച് എന്നാ സന്തോഷമാണ്. ഞാൻ എപ്പോഴും ആനീസ് കിച്ചണിൽ പറയാറില്ലേ, നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് നല്ലത്. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വഴക്കുണ്ടാവുന്ന എപ്പോഴാ? ഈഗോ ഉള്ളപ്പോൾ അല്ലേ? ഈഗോ എന്ന് പറയുന്ന 3 ലെറ്റർ വേർഡ്. ഈ 3 ലെറ്റർ വേർഡ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാമെങ്കിൽ എന്നാ ലൈറ്റ് വെയ്റ്റഡാ നമ്മുടെ എന്നാ പറയുക സോളായാലും ശരി, നമ്മളായാലും ശരി. എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അത് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങളുടെ എന്താ പറയുക ഒരു അനുഗ്രഹവും സപ്പോർട്ടും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അത് എപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഇച്ചിരി വലിയ റെസിപ്പിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്നാ സന്തോഷം അല്ലേ? അതൊരു ഇച്ചിരി പ്രയാസമുള്ള സാധനം ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര നിറവോടെ നമ്മുടെ പിള്ളേർ നിറച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പിള്ളേർക്ക് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു മിക്ക കുട്ടികൾക്കും ബട്ടൂര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ബട്ടൂര എപ്പോഴും വേണ്ട, നിലപ്പുഴൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇന്ന് ബട്ടൂരയുടെ കഴിക്കാൻ പോകുന്ന സാധനം സ്ഥിരം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറി അല്ല, പഞ്ചാബി ദാബ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റായി. ബട്ടൂരയും ഈ ചിക്കൻ കറിയും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ
ശരിക്കും അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ വെക്കണം, എന്നാലും ഭയങ്കര ടേസ്റ്റ്. അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബട്ടൂരയ്ക്ക് ഇച്ചിരി നേരം ഒന്ന് കുഴച്ച് വെക്കണം. അത് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയിലോട്ട് തുടങ്ങാം. അത് എന്നാലേ ആ മാവ് ഒരു ഇച്ചിരി സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബട്ടൂരയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എന്നതാ മൈദയാ ഫസ്റ്റ് വേണ്ടേ. വീട്ടിലെ അംഗങ്ങൾ എത്ര ഉണ്ടോ അതനുസരിച്ച് എടുത്തു. 2 കപ്പ് എടുത്താൽ നമുക്കൊരു 10-15 ബട്ടൂര സുന്ദരമായിട്ട് കിട്ടും. അതേപോലെ ഒരു ഇച്ചിരി പഞ്ചസാര, അതേപോലെ ഇച്ചിരി ഉപ്പ്, അതേപോലെ ഒരു എന്താ പറയുക ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരി ഒരു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ഏതേലും ഒന്ന് ഇട്ടേച്ചാൽ മതി. ഇത് ഒത്തിരി കൂടിപ്പോയുണ്ടല്ലോ ബട്ടൂര ഒരുമാതിരി മഞ്ഞ നിറമായി പോകും. ഇപ്പം നമ്മൾ 2 കപ്പ് മൈദ എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ എടുക്കണേ. പിന്നെ വേണ്ടിയത് ഇതിന് വേണ്ടിയുള്ള ഒരു പുളിക്കുള്ള ഒരു ഇച്ചിരി തൈര്. ഒത്തിരി പുളിയുള്ള തൈരല്ല, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചോ മതി. ഇനി ഇത് നമ്മളൊരു ഇച്ചിരി കൈവച്ചൊന്ന് പുട്ടിന് നനയ്ക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് നനച്ച് വെച്ച് നമ്മൾ ചെറു ചൂട് പാല് വെച്ച് വേണം ഈ ബട്ടൂരയ്ക്ക് കുഴയ്ക്കാനേ. അപ്പം നല്ല സോഫ്റ്റ് ബട്ടൂര വരും. ഈ പാത്രത്തിൽ നിന്ന് ഇച്ചിരി പാലൊഴിക്കാൻ ഇച്ചിരി പ്രയാസം. അപ്പം ഞാനൊരു തവിയിൽ എടുത്തിട്ട് ഇച്ചിരി ഒഴിച്ച് നനയ്ക്കുക. ചെറു ചൂടുണ്ടേ. ഇനിയിപ്പോൾ പാലെല്ലാം നമ്മൾ ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഇട്ട് കുഴച്ചാൽ മതി. പാലാണ് ഞാൻ ആദ്യം പറയുന്നത്, അത് മതി. അതാ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. നമ്മുടെ ആ പാലിൻ്റെ ഈ നനച്ച് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി കൂടുകയല്ല. അത് നമുക്കറിയാമല്ലോ ചപ്പാത്തിയുടെ പരുവ, അതനുസരിച്ച് കുഴച്ചെടുത്ത് വെച്ചാൽ മതി. ഈസ്റ്റ് ഇടണ്ട, ഈസ്റ്റ് ഇട്ടാൽ ബട്ടൂരയുടെ അത്രയും ആവുകയില്ല. ചിലർ ഇടുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഓരോരുത്തർക്ക് ഇപ്പം ഞാൻ തന്നെ പുതിയ ഓരോന്ന് കണ്ടുപിടിക്കുന്ന പോലെ ഓരോ സ്ത്രീകളും ഓരോ റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് അവരുടേതായ ഏതത്തിനുള്ളത് എല്ലാം കണ്ടുപിടിക്കുമല്ലോ. അതേപോലെ മതി. പിന്നെ ബേസ് അറിയാത്തവർക്ക് ഞാൻ ഇച്ചിരി ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇപ്പം ബട്ടൂരയൊക്കെ ഇത് ഇത്രയും പാലിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കണം എന്നൊക്കെ എന്നെ ശരിക്കും പഠിപ്പിച്ചത് ഏട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തി പിള്ളേർക്ക് ഏത് നേരവും ബട്ടൂര അതെല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാന്നേലും ഒരു ഇച്ചിരി നേരത്തെ കുഴച്ച് വെച്ചാൽ മതി. ഇനി ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു ശകലം എണ്ണ തിരുമ്മി വെക്കണം. അതായത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ എന്നതേലും തിരുമ്മി വെച്ചാലുണ്ടല്ലോ ഇത് മറ്റേ ഒരു എന്നാ പറയുക മയം ഉണ്ടാവും. മറ്റാകുമ്പോഴത്തേക്ക് ഡ്രൈ ആയി പോവും പെട്ടെന്ന്. ഇനിയിപ്പോൾ അഥവാ ഈ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് കുഴച്ചാലും മതി, കുഴപ്പമില്ല. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇനി നമ്മൾ ചിക്കനിലോട്ട് തുടങ്ങുക. ഇനി ഇത് ബൗളിലിട്ട് കുഴച്ചാൽ സോഫ്റ്റ്നെസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പാതാമ്പുറത്തിട്ടൊന്ന് നല്ലോണം കുഴച്ച് വെച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആവും. ഈ ചൂട് പാലിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം സമയം പോലെ ഞാൻ ഒതുക്കിക്കോളാം. ഇനി അടുത്ത് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ബാക്കി അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഫസ്റ്റ് ഇതിന് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം പഞ്ചാബി ധാബ എന്ന് പറഞ്ഞാൽ വേറെ എന്നതേലും എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിനകത്തുള്ള സകല ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി. എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടി മതി. ചിക്കൻ 1 കിലോ ആകുന്നതിൽ 3 ടീസ്പൂണാണ്. ഇത് നമ്മൾ മേടിക്കുന്നതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു കുത്തൽ മുമ്പിൽ നിൽക്കും. അപ്പോൾ ഇച്ചിരി ഇട്ടാൽ മതി. അന്നേരം ഇച്ചിരി ഉപ്പ്. എന്നിട്ട് ഈ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മസാല കംപ്ലീറ്റ് നല്ലതായിട്ട് തിരുമ്മി ചിക്കനെ വെക്കുക. ഓക്കെ.
ഇതും മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് വെക്കണ്ട, അതിന് വേണ്ടിയുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ആ സൈഡിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, ഇനി തീ കത്തിച്ചേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് എന്താ പറയുക അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം വേണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാള വഴറ്റണം. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് അരയ്ക്കും. അതാണ് ശരി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചേർക്കാൻ പോകുന്ന റിഫൈൻഡ് ഓയിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ബട്ടർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവർ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ബട്ടർ നല്ലോണം ഉപയോഗിക്കും. അതല്ല റിഫൈൻഡ് ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതല്ല നെയ്യാണ് ഇഷ്ടമെങ്കിൽ അതും. നമുക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് നെയ്യിലുണ്ടാക്കുന്നതാണ്. ഞാൻ അത്രയും നെയ്യിൽ പോകത്തില്ല, അതുകൊണ്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കുറച്ച് ബട്ടർ ഇടും. ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ചേർക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം, സ്പൈസസ് എല്ലാം. ഫസ്റ്റ് പട്ടയുടെ ഒരു ഇല മതി, ഒരുപാട് വേണ്ട. ഓക്കെ, പട്ടയുടെ ഒരു ഇല ഇട്ടുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ കണക്കാക്കിക്കോ ജീരകം. പട്ട ഒരു ചെറിയ കഷ്ണം, അത് ഈ വണ്ണം കൂടിയതാന്നേ നോക്കിയേച്ച് വേണം ഇടാനേ. ഒരു ചെറിയ കഷ്ണം ഇട്ടേച്ചാൽ മതി. ഏലക്ക ഒരു 3-4 എണ്ണം. ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം. ഇതൊന്ന് പൊട്ടി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഈ സവാള ഇതിനകത്തോട്ടിടാം. 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു മുഴുത്ത സവാള 2 എണ്ണം ആവാമേ. ഇനി ഈ സവാള മൂക്കുന്നത് ഒരുപാട് അങ്ങ് വഴന്ന് മുരിഞ്ഞ് അങ്ങനെയൊന്നും വരണ്ട. ഇത് ശരിക്കും ഒന്ന് എന്നാ പറയുക വെന്താൽ മതി. നമ്മളൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് സവാളയുടെ ക്രഞ്ചിനെസ് ഒന്ന് മാറിയേച്ച് അതൊന്ന് വേവുകയല്ലേ, അത്രയും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ പച്ചമുളകും കൂടി ഇടുവാണേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഇടുവോ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയെ ഇട്ടാൽ നമ്മളിത് എന്തായാലും അരയ്ക്കാൻ പോകുന്ന ഒരു പേസ്റ്റാണ്. അപ്പോൾ പിന്നെ അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇച്ചിരി ഒന്ന് ആയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞാനതിടാം. ഇനി ഒരു 3-4 മിനിറ്റ് അത്രയും മാത്രം മതി ഇത് വഴന്ന്. അതിൽ കൂടുതലൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ഇറച്ചിയുടെയിലൂടെ ഇട്ടൊന്ന് വേവാനുള്ള സാധനം ആയതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വേവൊന്നും വേണ്ട. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്നും ആയില്ലേ, എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് നമ്മൾ ചിക്കനെ പുരട്ടി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം രണ്ടാമത് ചേർക്കാൻ. മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് ചേർക്കുവാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളിയും ചേർത്തേച്ചാൽ മതി. പച്ചമുളക് എരിവ് ഇഷ്ടം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാനിപ്പോൾ 2-3 ചേർത്തിട്ടുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാതെ എക്സ്ട്രാ നമ്മൾ മുളക് പൊടി നമ്മുടെ ചിക്കനെ പുരട്ടിയിട്ടുണ്ട്. ഇനി അല്ലാതെ നമ്മൾ ഇച്ചിരി മുളക് പൊടി മൂപ്പിക്കുന്നുമുണ്ട്. അപ്പം ഏതാ എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളാം. ആദ്യം ഇങ്ങനെ തനിയെ ഈ കറി തന്നെ ചെയ്ത് നോക്കുക. അന്നേച്ചാൽ അത് അതിനകത്ത് എന്നതേലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വല്ല ഏറ്റക്കുറച്ചിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്തേച്ചാൽ മതി. ഇതും ഒരു ഇച്ചിരി ഒന്ന് വഴന്നല്ലോ, അന്നേരത്തേക്ക് ഞാൻ വേണ്ടേ നമ്മുടെ തക്കാളി ഇടുക. തക്കാളി ഒരു 3 എണ്ണം, ഒരു ചെറിയ സൈസ്. ഇത് ഒരിച്ചിരി വാടിയാൽ മതി. ഒരിച്ചിരി സമയമെടുക്കുന്ന ഒരു കറിയായത് എന്നും പറഞ്ഞ് നമ്മൾ അതിനോട് മടി പിടിക്കല്ലേ. കാര്യം പിള്ളേർക്കൊക്കെ നല്ലതൊക്കെ നമ്മൾ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ എന്നും ചീറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലല്ലോ. പക്ഷെ എന്നാലും ഒരു രുചി വ്യത്യാസത്തിൽ ഒരു കറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും മാത്രം മതി ഇത്. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തേച്ച് ഇതൊന്ന് മിക്സിയിൽ അരയ്ക്കണം. പക്ഷെ ചൂടാറാതെ അരച്ചാൽ എൻ്റെ അടുക്കളയുടെ കോലം മാറും. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് ആറിയേച്ച് ഞാനിതൊന്ന് അരയ്ക്കാൻ പോവാ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ഒന്നും അല്ല, ഒരു ഇച്ചിരി അരഞ്ഞേച്ചാൽ മതി. അതെന്നാ നമ്മൾ കുറച്ച് നേരം ഒന്ന് കറക്കുമ്പോഴത്തേക്ക് അത് എല്ലാം ഒന്നും അരയത്തില്ല, പക്ഷെ എന്നാൽ കുറച്ചൊക്കെ അരയുകയും ചെയ്യും. മതി, അത്രയും അരഞ്ഞേച്ചാൽ മതി. സ്മൂത്ത് പേസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം, കുഴപ്പമില്ല. ഇനി ഈ അതേ ചീനച്ചട്ടിയിൽ തന്നെ
നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇച്ചിരി റിഫൈൻഡ് ഓയിൽ ഒഴിക്കാൻ പോവാ. അതിൻ്റെ കൂടെ ഇച്ചിരി ബട്ടർ ഇടണമെങ്കിൽ ഇടാം. ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് ഈ പൊടികളായിടുന്നത്. അതുകൊണ്ട് എന്നാ വെച്ചാൽ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി, കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഇടാം, ഒരു ഫുൾ. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ചിക്കനെ പുരട്ടിയിട്ടുണ്ട്. ഒരു ഇച്ചിരി ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, അതൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ. നമ്മൾ മറ്റേതിനകത്ത് ജീരകം അരച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ. ഇനി ഗരം മസാല ഒരു ടീസ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ എടുക്കുന്നത്, മറ്റേതാകുമ്പോൾ ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി. കുറച്ച്, ഒത്തിരി എടുക്കണ്ട, ഒത്തിരി അങ്ങ് മസാല മുന്നിട്ട് നിൽക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അരച്ചതായതുകൊണ്ട് സ്പൈസസ് എല്ലാം നമ്മൾ തന്നെ അരച്ചേക്കുമല്ലേ. അപ്പം അതും ഇതും കൂടെ ആകുമ്പോഴത്തേന് ഒത്തിരി അതിൻ്റെ ഒരു കുത്തൽ വരും. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒത്തിരി എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എന്നാ പറയുക, അവർക്ക് ബേസിക്കലി നല്ല എണ്ണ വേണം, കടുകെണ്ണ അതൊക്കെ ചേർക്കും. നമുക്ക് പക്ഷെ അത് പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല. ആ ചേർക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയെ കിടന്ന് വേണം ഈ ചിക്കൻ ഒന്ന് മുരിയാനായിട്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന എണ്ണ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചിക്കൻ അത്രയും അങ്ങോട്ട് മുരിഞ്ഞ് വരികയില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു ഇച്ചിരി എണ്ണയെ ഒഴിച്ച് ഇച്ചിരി ബട്ടറും കൂടി ഇടാൻ പോവാണേ. നിങ്ങൾ വിചാരിക്കും ഇത് ഒത്തിരി എണ്ണയും ബട്ടറും എല്ലാം കൂടെ കൂടിയ ഒരു സാധനമാണ്. ബേസിക്കലി അവരുണ്ടാക്കുന്ന കറി എല്ലാം ഇത്രയും ആന്നു. അല്ലെങ്കിൽ അതിന്റെ സ്വാദ് വരികയില്ല. ഞാൻ പറഞ്ഞില്ല, അതിന്റെ സ്വാദൊന്ന് അറിഞ്ഞേച്ച് നമ്മൾ മാറ്റി ചെയ്താൽ മതി. വെളിച്ചെണ്ണയല്ല, റിഫൈൻഡ് ഓയിലാണേ. കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ എണ്ണ നമ്മൾ ഒഴിച്ച് എണ്ണ കറിയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അതാണ് അതിന്റെ ആ പരുവം. അപ്പൊ അങ്ങനെ തെളിഞ്ഞു എന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര എണ്ണ ഒഴിക്കുന്നു അത്രയും എണ്ണ തെളിഞ്ഞു വരും. അന്നേരത്തേക്ക് അഥവാ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അതായത് നമ്മൾ പാത്രത്തിൽ നിന്ന് മേളിൽ നിന്ന് അങ്ങ് കോരിയെടുത്ത് കളയോ അതിനെ ചെയ്താൽ മതി. പക്ഷെ കറി ഉണ്ടാക്കുമ്പോൾ അത്ര എണ്ണ വേണം. ഈ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് ഞാൻ ഇച്ചിരി ബട്ടർ കൂടി ഇടുവാണ്. ആ എണ്ണയിലും ബട്ടറിനകത്തും ഒക്കെ കിടന്നാണ് ഈ ചിക്കൻ ഒന്ന് മുരിയണ്ടേ. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു ഇച്ചിരി നേരം മുരിഞ്ഞേച്ചാൽ മതി. കണ്ടോ, അതിന്റെ ആ മസാല തന്നെ ഒന്ന് നോക്കിക്കേ. ആ ചിക്കനെ ആ മസാല ഒന്ന് ആ ബട്ടറിലും എണ്ണയിലും ഒന്ന് മുരിഞ്ഞു വരുന്ന കണ്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അവർ പറയുന്നതിന്റെ അത്രയും എണ്ണ ഒഴിച്ചില്ലേലും കുറച്ച് ഒഴിച്ചോ, എന്നാലേ ഇത് മുരിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മസാല എല്ലാം കൂടെ ചേർന്നേച്ച് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മണം വരാനായിട്ട് കുറച്ച് കസൂരി മേത്തി, മസാല ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കാം. എളുപ്പപ്പണിയല്ലേ, ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ എളുപ്പപ്പണിയാ. ഇനിയിപ്പോൾ ഇത് ഭട്ടൂരയും ഇതും കൂടെ ചെയ്ത് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഒത്തിരി ജോലി ഉണ്ടെന്ന് തോന്നുന്നേ. പക്ഷെ ഇല്ല കേട്ടോ, ഒത്തിരി നേരം ഒന്നും എടുക്കുകയല്ല. ഒരു ഇച്ചിരി കൂടി ഒന്ന് മുരിഞ്ഞേച്ചാൽ മതി. ഇപ്പൊ കാണാം, നമുക്ക് അത് നല്ല മുരിഞ്ഞു വരുന്ന കാണാം. കുറെ ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു ഇച്ചിരി ഒരു പച്ചച്ചോവയുടെ ഒരു മണം ഇങ്ങനെ ഉണ്ട്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ആക്ച്വലി എന്തോ ചോദിക്കരുത്, അങ്ങനെയല്ല. മീൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനോ ചേർക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഈ മസാല ഇതിനകത്തോട്ട് ചേർക്കുക. നേരത്തെ നമ്മൾ വഴറ്റിയിട്ട് അരയ്ക്കാൻ കൊണ്ടുപോയില്ലേ, ആ മസാലയാണ്. ചിക്കൻ വെന്തിട്ടില്ല, ചിക്കൻ ഇനി വേവണം.
അപ്പൊ ഈ ചിക്കൻ്റെ വെള്ളം ഊറണം. അതല്ല, ഇതിനകത്ത് നമ്മൾ ഈ മുരിക്കുന്ന ചിക്കനകത്ത് അധികം വെള്ളം ഊറുകയല്ല. അന്നേരം ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഗ്രേവി പൊതുവെ തിക്കായി വരുന്ന ഒരു ഗ്രേവി. അപ്പം അതിനൊരു ഇച്ചിരി ചാറ് വേണ്ടേ. അന്നേരം ഇച്ചിരി എണ്ണ ഒഴിച്ചാലേ അതിന് ചാറ് ഇറങ്ങത്തുള്ളൂ. ഇനിയിപ്പോൾ അതല്ല പെരട്ടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം, ഈ ചിക്കനിൽ നിന്ന് ഊറുന്ന വെള്ളം മതിയാവും. പക്ഷെ ഇതൊരു കറി ടൈപ്പാണ്. അന്നേരം പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഞാൻ എൻ്റെ രണ്ടാമത്തെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് വേവാൻ വെച്ചിട്ട് വന്നിട്ട് നമുക്കിവിടെ ഒരു വൃത്തിയാക്കാനുണ്ട്. അതുകൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ച് നമുക്ക് ബട്ടൂര സ്റ്റാർട്ട് ചെയ്യാമേ. ഇപ്പം ഇതിൻ്റെ പരുവം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കത്തുള്ളൂ. അതനുസരിച്ച് നമ്മൾ വേവിക്കുക. പിന്നെ കസൂരി മേത്തിയുടെ മണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടി ഇടുക. വാങ്ങാൻ നേരം നിറച്ച് മല്ലിയില ഇടാം. അപ്പം ഞാനിതൊന്ന് കൊണ്ടുപോയി സെക്കൻഡ് അടുക്കളയിൽ വെച്ച് വേവാൻ വെച്ച് ബട്ടൂരയുടെ ചീനച്ചട്ടിയായിട്ട് തിരിച്ചു വരാം. ചിക്കൻ വേവാൻ വെച്ചു. ഇനി നമുക്ക് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം പരത്താൻ തുടങ്ങാം. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എണ്ണ ചൂട് പോയി കഴിഞ്ഞാൽ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ബ്രൗൺ കളറായിട്ട് നല്ലതായിട്ട് വരണ്ടേ, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പം എണ്ണ നല്ല ചൂടാവണം. ബട്ടൂര ഉണ്ടാക്കാൻ എടുക്കുന്ന എണ്ണ നമ്മൾ ചിലർ ഡാൽഡയിൽ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഏറ്റവും നല്ലത്. അല്ലാതെ വെളിച്ചെണ്ണയിലൊക്കത്തില്ല. പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഡാൽഡ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അത് മാത്രമല്ല, എണ്ണ നിറച്ചു വേണം. ബട്ടൂര ഇങ്ങനെ മുങ്ങിക്കിടന്നാലേ എന്നാ പറയുക, നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ വരത്തുള്ളൂ. ഞാൻ ഈ കുപ്പിയിലെ എണ്ണ മൊത്തം ഒഴിക്കാൻ പോവാ. ഇനിയിപ്പോൾ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇനി ഇത് തുറന്ന് പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചൊക്കെ വരുമ്പോൾ നേരെ ഒഴുക്കും. അതുകൊണ്ട് ഈ കുപ്പിയിലുള്ളത് മൊത്തം ഞാനങ്ങ് ഒഴിച്ചു. ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചാൽ അത്രയും നല്ലതാ. എണ്ണ ചൂടാവട്ടെ. മാവ് നല്ല സോഫ്റ്റാ. ബട്ടൂര നമ്മൾ ഹോട്ടൽസിലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് മുഴുത്ത ബട്ടൂര കിട്ടുന്നത്. പക്ഷെ എൻ്റെ ചീനച്ചട്ടി ഒരു ഇച്ചിരി ചെറുതാ. അന്നേരം അത്രയും മുഴുത്തത് ഉണ്ടാക്കാനൊക്കത്തില്ല. ഈ ചീനച്ചട്ടിയിൽ ഒതുങ്ങുന്ന ബട്ടൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബട്ടൂര പരത്തുമ്പം ഒത്തിരി അങ്ങ് മെലിയിച്ച് പരത്തണ്ട. കുറച്ചൊരു കട്ടിയിട്ട് പരത്തണം, എന്നാലേ അത് പൊങ്ങി വരത്തുള്ളൂ. ഓക്കെ, ആദ്യം ഇത്രയും ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇത്രയും ഒരു അറ്റമൊക്കെ ഒരു ഇച്ചിരി ഇത്ര കട്ടി വേണേ. അതാ പറഞ്ഞോ, തീരെ മെലിച്ചങ്ങ് പരത്തല്ല. ഓക്കെ, ശരിക്കും ബട്ടൂരയൊക്കെ ചൂടോടെ കഴിക്കണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് അന്നേരം ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുകയില്ല. അല്ലെ ഒന്ന് ശ്രമിച്ചു നോക്കാതല്ലേ. പക്ഷേ എന്നാ പറയാൻ, അടുക്കളയും ഡൈനിങ് ടേബിളും തമ്മിൽ ഒത്തിരി ദൂരം. അന്നേരം ഞാൻ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പരത്തി എല്ലാം വരുമ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇച്ചിരി ചുട്ടു വയ്ക്കാൻ പോവാം. ഇപ്പൊ പൂരിയായാലും ബട്ടൂരയായാലും എണ്ണയിൽ വറുക്കുന്ന ഒരു സാധനം വന്നതിലും ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം ആ എണ്ണയ്ക്ക്, രണ്ടാമതൊന്ന് ചൂടാവാനായിട്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഈ കുഴച്ച മാവിന്റെ പാത്രത്തിലോട്ട് തന്നെ എണ്ണത്തിനായി ബട്ടൂര ചുട്ടു വെച്ചേന്ന്. ബട്ടൂര നമ്മൾ വറുത്തെടുക്കുന്ന എണ്ണയിലാണ്. അന്നേരം എണ്ണ പെട്ടെന്നൊന്ന് പോവാനായിട്ട് ഞാൻ അതിനകത്തോട്ടൊന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അല്ലേ തന്നെയും നമ്മളെല്ലാ അമ്മമാരും വീട്ടിൽ ഇങ്ങനെ പൂരിക്കായാലും ഇതൊക്കെ കുഴച്ചിട്ട് ആദ്യം നമ്മൾ വേറൊരു പാത്രം എടുക്കാൻ മടിച്ചിട്ട്, എപ്പോഴും ഞാനായാലും ശരി മിക്കവരും അങ്ങനെയാണെന്നാ തോന്നുന്നത്, പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അതിന്റെ എണ്ണയൊന്ന് കുറച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോൾ വലിയ എണ്ണ കുടിക്കുകയല്ല ആ ബട്ടൂരയിൽ.
ഇനി ഇത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കാം. ഇനി മാത്രമല്ല ഈ മൈദയൊക്കെ പാതാമ്പുറത്തിട്ട് പരത്തുമ്പോഴത്തേക്ക് അതിനകത്ത് വൃത്തിയാക്കാൻ ഇച്ചിരി നേരം വേണം. നമ്മൾ ഈ വർത്താനം പറഞ്ഞും ഇതും പറഞ്ഞും നിൽക്കുകയും ചെയ്യും. ആൾക്കാർ നമ്മുടെ ഗസ്റ്റ് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇത്ര വൃത്തിയാണോ ഉള്ളതെന്നൊക്കെ ചോദിച്ചു ഉള്ള ഇമ്പ്രഷനും കൂടെ കളയണ്ടല്ലോ. ഇന്ന് ഗസ്റ്റ് വരാൻ പോകുന്ന ആരാന്നറിയോ? ഇതിനു മുമ്പ് മീറ്റ് മെറി വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു എനിക്കുള്ള പരിചയത്തെക്കാട്ടിലും കൂടുതലും നമ്മുടെ പ്രേക്ഷകർക്കാർക്കും അവരെ ഏറ്റവും കൂടുതൽ പരിചയം. എനിക്കെന്താന്ന് വെച്ചാൽ അതിനകത്ത് ഒരാളുടെ ഫാൻ ഞാൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് ആരാന്നിപ്പോൾ ചോദിച്ചാൽ ഞാൻ വരട്ടെ, അവർ വന്നിട്ട് ഞാൻ നോക്കാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ആ പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയൊരു ഫാനാണ് ഞാൻ. എന്നിട്ട് അത് ആരാ ഏതാന്നല്ലേ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടേച്ചാൽ മതി. നമസ്തേ നമസ്തേ. വരൂ. അമ്മ എവിടെ? അമ്മ കൊണ്ടുവന്നില്ലേ? ഓജോ, ഞാൻ എന്തോരം പ്രതീക്ഷയായിട്ടിരിക്കായിരുന്നല്ലോ എന്റെ അമ്മേനെ ഒന്ന് കാണാനായിട്ട്. സാരമില്ല, വരൂ, ബാ. എന്നതാ ഇത് അമ്മ കൊടുത്തു വിട്ടേ. ശരിക്കും? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇരിക്കും. അല്ലാതറിയോ, അമ്മ തന്നു വിട്ടത് എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഇമോഷണലാണ്. കാര്യം ഞാൻ നേരത്തെ ചെന്ന് അന്വേഷിച്ചതുപോലെ നിങ്ങളുടെ വ്ളോഗ്സ് കാണുമ്പോൾ ഞാൻ അമ്മയുടെ ഒരു ഗ്രേറ്റ് ഫാനാണ്. ഞാൻ ഇന്ന് എന്റെ പ്രേക്ഷകരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ വരുമ്പോ ഞാൻ ഫാനായ ഒരു വ്യക്തിയാണ് അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മേനെ എങ്ങനെ ഈ വ്ളോഗ്സിലേക്ക് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മ എങ്ങനെ കയറി ഇതിനകത്ത്? അമ്മക്ക് ഇഷ്ടാ? ആണോ? ഓ, അത് ശരി. എന്തായാലും എന്റെ അമ്മയോട് ഞാൻ എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയാ. കാര്യം എന്താണെന്നറിയോ, ഒരു മോളെ പോലെ കരുതലോടുകൂടി തന്നു വിട്ടില്ലേ അമ്മ. അതാണ് ആ സ്നേഹം. അത് മതി. അതിൽ കൂടുതൽ ഒരു ആഗ്രഹവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. ഈ കരുതലും സ്നേഹവും എന്നും അമ്മയുടെ മനസ്സിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാവണം. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇനി സന്തോഷ വാർത്ത ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക യാത്രയല്ലേ ഇത്. ഫസ്റ്റ് ഇത് തുടങ്ങിയതും ഇവിടം വരെ എത്തിയതും ഇല്ലേ? അതെങ്ങനെ തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വന്നതും ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞേ. ഞങ്ങള് ആദ്യം തന്നെ പറയാ, അനിശ്ചിതിനെ കണ്ടിട്ട് നമ്മളെ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ കാണുമ്പോ അതുപോലെയുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ പെട്ടെന്ന് കണ്ടിട്ടില്ല കവി തരം വരുന്നില്ലേ? അങ്ങനല്ല, ഇവിടെ എന്താ അറിയോ, ഞാൻ ചേച്ചിയായിട്ട് എന്നെ കൂട്ടിയാ മതി. വീട്ടിലെ ഒരു ചേച്ചിയായിട്ട് അങ്ങനെ കൂട്ടിക്കൂടെ? കണ്ടോ, കൊച്ചു പറഞ്ഞു എന്നെ ചേച്ചിയാണ്. ഞാൻ ചേച്ചിയല്ലേ? ആന്റി ഒന്നും അല്ലല്ലോ. അല്ല, സന്തോഷായി. ഓക്കെ. അച്ഛനും അമ്മയും ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോ കൊച്ചിന് ഇഷ്ടമാണോ അഭിനയിക്കാന്? അമ്മയോടും അച്ഛനോടും ചോദിക്കോ ഇന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ലേന്ന്? അല്ല, ഈ അഭിനയിക്കാന്നിരിക്കുമ്പോ സ്കൂളിൽ പോകുന്നുണ്ടോ? അച്ഛൻ വീഡിയോ എടുക്കുമ്പോ കാണുന്നുണ്ടോ? ഞങ്ങൾ സ്കൂളിൽ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അത് ചുമ്മാ അഭിനയിക്കുന്നതാണോ ശരിക്കും സ്കൂളിൽ പോകുന്നുണ്ടോ? ശരിക്കും പോവാ? സ്കൂളിൽ ഫാൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഞാൻ ഫ്രണ്ടാന്ന് വെച്ചോ. ഞാനപ്പൊ താൻ സ്കൂളിൽ വരുവാ. അപ്പൊ ഞാൻ തന്റെ ഫ്രണ്ടായിട്ട് വന്ന് ചോദിക്കുക, എടോ തന്റെ വീഡിയോ ഒക്കെ കണ്ടു, നല്ലായിരിക്കുന്നു എന്ന് പറയുമ്പോ എന്നാ പറയും? താങ്ക് യു എന്ന് പറയാ. അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ കൂടെ കുറച്ച് വിശേഷം അച്ഛനും അമ്മയ്ക്കും അറിയാൻ പറ്റും അല്ലേ? എങ്ങനെയാ, ഇച്ചിരി ജാടയ്ക്കൊക്കെ ആണോ പോകുന്നേ? ഇല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണോ? ടീച്ചേഴ്സ് ഒക്കെ എന്നാ പറയും? വീഡിയോ അടിപൊളിയായി, നാളെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നു. ഓക്കെ. വീഡിയോ ഇടുമ്പത്തേക്ക് അയ്യോ നിങ്ങളുടെ കൂടെ ഒരു പെങ്കൊച്ചില്ലേ? ആ കുഞ്ഞ് എവിടെയാ? എന്നാ രസമായിട്ടാന്ന് അറിയാ കൊച്ചു. ഞാൻ വിചാരിച്ച ചൈനയിലും കൊണ്ടുവരാൻ മേലായിരുന്നോ? കാര്യം അതിനെയും ഈ പറഞ്ഞ പോലെ ആർക്കും പരിചയമില്ലാത്ത ഒരു വ്യക്തിയല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത 3 വ്യക്തികളാണ്. ഒന്ന് അമ്മ, നിങ്ങളെ നോട്ട് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം ആ മോളെ ഇഷ്ടാ, മോനെ ഇഷ്ടാ, അമ്മയെ ഭയങ്കര ഇഷ്ടാ. നമുക്കൊരു കൂടുതൽ ഇഷ്ടം തോന്നില്ല. അമ്മയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയാം. ഇവൻ ചെറുതാ, അപ്പൊ ഇവൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ടോ ചെയ്യുന്നത്. ഭാവിയിൽ എന്നാ ആവാൻ ഇഷ്ടം? വിജയവൻ. ഭയങ്കര ഇഷ്ടാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ പഠിച്ച് വലുതായി IAS ഓഫീസറൊക്കെ ആവാൻ പറയുമായിരിക്കും. ഏത് വേണേലും ആവാം അല്ലേ? പക്ഷെ ഫസ്റ്റ് വിജയ് ആവണം. വിജയ് ഫാൻ ആണല്ലേ? അതൊരു റീല് ചെയ്ത് അല്ലെ? ഇവനിങ്ങനെ ഡാൻസ് ചെയ്യുന്നതും കവി വരുന്നതും ഒക്കെ ആയിട്ടല്ലേ?
എനിക്ക് തോന്നി അത് 2-3 വീഡിയോസ് ഉണ്ട് അങ്ങനത്തെ പുള്ളിയുടെ കോട്ടൊക്കെ ഇട്ട് വെച്ചൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇത് എങ്ങനെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? നമ്മള് കൊറോണക്ക് മുന്നേ ടിക്ടോക്കിലുള്ള സമയത്ത് നമ്മള് ഇതേപോലെ ഞാൻ മുമ്പ് നാടകം എഴുതലുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. എഴുതും, ചെയ്യും, അഭിനയിക്കും, എല്ലാം ചെയ്യുന്നത്. ഞങ്ങള് നമ്മളവിടെ വായനശാലയുണ്ട് ആടെ. അപ്പൊ ആ സമയത്ത് അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ പറഞ്ഞില്ലേ അമ്മ, അന്നേരം അമ്മ നമ്മള് നാടകം ഒരാളില്ലേ 1-2 ആള് നമ്മൾ ഒരു പ്രാവശ്യം ഇല്ലായിട്ട് കളിക്കാനപ്പോൾ നീ ഒറ്റക്ക് പോയി ചെയ്യുന്നതിന്റെ അത്രയും സപ്പോർട്ടാണ് അമ്മ. നല്ല നമ്മളെ നാട്ടിലെ ആൾക്കാരെല്ലാം കാണാൻ പറ്റുന്ന സ്റ്റേജാണ്. അപ്പൊ അമ്മയുണ്ടാവും, ഭയങ്കര താല്പര്യമാണ് നമ്മളൊരു പരിപാടി അവതരിപ്പിക്കൊണ്ട് പറയുമ്പോൾ. അപ്പൊ അതിനെല്ലാം അമ്മ വരും, ഭയങ്കര താല്പര്യം. അപ്പൊ നമ്മള് ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്കിൽ ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മാമനൊരു ഫോണിലും വിളിച്ച് അന്നേരം നമ്മളത് അന്നേരം തുടങ്ങി. പിന്നെ അത് ഫോണ് പോകുന്ന ആ ഒരു കൊറോണന്റെ സമയത്തേനും പിന്നെ ഫോണിലും പോയി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യില്ല. അന്നേരം ടിക്ടോക്ക് നല്ല ആളുണ്ടായി. ഞങ്ങള് നിർത്തി. പിന്നെ ഞങ്ങൾ കൊറോണ വന്ന സമയത്ത് നമ്മളെ സുഹൃത്ത് റഷീദ് ഗൾഫിൽ നിന്ന് ഒരു ഫോൺ മേടിച്ച്. അന്നേരം എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓനിങ്ങനെ അയച്ചിട്ട് പറഞ്ഞു നീ വീണ്ടും വീഡിയോ ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അയച്ചു തരണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ആക്കി ചെറിയ വീഡിയോ ആക്കി അയച്ചു കൊടുത്ത്. അയച്ചു കൊടുക്കുമ്പോൾ പറയും ഇത് ഇട്ടാത്തിട്ടുണ്ട യൂട്യൂബിലിടണം. നമ്മളെ നാട്ടിലങ്ങനെ അധികാരിക്കും അങ്ങനെ യൂട്യൂബില്ല, എന്നാ സംഭവം അങ്ങനെ അറിയില്ല. അപ്പൊ നമ്മളെ ചെങ്ങായി ജിതി അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്ന് അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു 1ാമത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അമൃത ടിവിയിൽ നിന്ന് നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ വന്നവര് ഒരു വാർത്തേന്റെ ഒരു പരിപാടിയാണ് അമൃത ടി വി. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സിനിമേന്റെ ഒരു ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു വെച്ചിട്ട് എങ്ങനെ കയറ്റി നമുക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ? അല്ല, ഇതില് ഞാനും കഴിയുള്ളൂ. ഋത്തിക്ക് നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നമുക്ക് എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് കുഴപ്പമില്ല, അയ്യോ സന്തോഷമേ ഉള്ളൂ. നമുക്ക് നല്ല സന്തോഷം വിളിച്ചില്ല പരിപാടി. പിന്നെ അങ്ങനെ പുള്ളി യൂട്യൂബിലേക്ക് ഇട്ടു. ഞങ്ങള് യൂട്യൂബിൽ വന്നു. അങ്ങനെ ചാനല് ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മള് ഇടയിലോ നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കൂട്ടിപ്പോയി. പക്ഷേ എങ്കിൽ ചാനൽ അങ്ങനെ വലുതായില്ല. പക്ഷെ ബസ് പോകുന്ന സമയത്ത് നമ്മളൊരു ബസ് പോയ വീഡിയോ കവി ഇങ്ങനെ ചോറ് കൊണ്ട് തരുന്നേ. ഞാൻ ബസ്സിൽ ഡ്രൈവറാണ് നമ്മളെ നാട്ടില്. അപ്പൊ ബസ്സിൽ ഇങ്ങനെ ഇവിടെ കൊണ്ട് തരുന്നതിലായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അത് വേഗം ആളെല്ലാം കണ്ട് അപ്പൊ നമ്മളെ കുടുംബത്തിൽ പിന്നെ ആളിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നത് എല്ലാം മുന്നിലിട്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്യലാണ്, വെബ് സീരീസ് ഇങ്ങനത്തെ ചെറിയ. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായി. അപ്പോൾ അമ്മ അന്നേരം അമ്മേന്റെ ഒരു റോള് കണ്ട സമയത്ത് അമ്മേനെ വിളിക്കും. അമ്മ ഭയം താല്പര്യമാണ്. അമ്മയ്ക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കവി മലയാളിലായിരുന്നു, കർണാടകത്തിലേനും നല്ലോണം. അത് ഞാൻ കേട്ടു. അപ്പൊ ഓളോ അതിന്റെ പേരും അവള് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചാനലിടല്. കല്യാണം കഴിഞ്ഞിട്ട് കർണാടകത്തിലുള്ള ഒരാൾ നമ്മളെ നാട്ടിൽ വന്നാലുള്ള അവസ്ഥ അത് എല്ലാവർക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയേ. കവി ഇങ്ങനെ പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ട് അത് എന്താ സാധനം എന്നൊക്കെ ചോദിക്കുന്നത് കന്നഡയിലല്ലേ ചോദിച്ചത്. അതും പോട്ടെ, നമ്മുടെ കേരളയിലുള്ള ഒരാൾ കന്നഡക്കാരി എങ്ങനെ കണ്ടുപിടിച്ചു? അതെ, ഞാൻ ബസ്സിൽ ഡ്രൈവറാണ്. പെണ്ണാണാൻ വേണ്ടി ഇങ്ങനെ പോയി. ബിജു ഒരു മിനിറ്റ്, കവി കുറെ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നു, കേട്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ കവി അത് തന്നെ. അത് ഈ കഥയൊന്ന് കവി പറഞ്ഞേ. ഞാൻ അല്ല, അത് ചേട്ടനല്ലേ എന്നെ പറഞ്ഞിട്ട് വന്നിന്. അത് സാരമില്ല, ഞങ്ങൾ ഇപ്രാവശ്യം ഈ കഥ എന്തായാലും കവിയുടെ കേൾക്കാം. ഞാൻ കന്നഡത്തിൽ സംസാരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാം മനസ്സിലാവും. ചുമ്മാ ഒരു കാര്യം പറയാം, അവള് പറയുന്ന വാക്കെല്ലോ ചിലപ്പോ നമുക്ക് നമ്മളെ മലയാളത്തില് ആദ്യമേ പറയുമെന്ന് കുറെ അക്ഷരം മിസ്സാവും. ഞാൻ വീഡിയോക്ക് വേണ്ടിട്ട് പറയുന്ന പോലെയല്ല, നേരിട്ട് പറയുമ്പോ നമുക്ക് അർത്ഥം ചിലപ്പോ നമ്മൾ കേൾക്കുമ്പോ എങ്ങനെ പറയുന്നത് അപ്പൊ അതൊന്നും വിചാരിക്കരുത്. ഒന്നും വിചാരിക്കില്ല, പറയുമ്പോ ഒരക്ഷരം പോലും അറിയത്തില്ല. ಹೇಗಿದ್ದೀರಾ, ಚೆನ್ನಾಗಿದ್ದೀರಾ? ബിജു ആന്ന് പറഞ്ഞല്ലേ, ഞാനെല്ലാം ആന്ന് പറഞ്ഞ ശരി. ಊಟ ಆಯ್ತಾ? കൊച്ചു സപ്പോർട്ടാ. ഋത്തിക്ക് നീ സപ്പോർട്ട് ആക്കല്ല. അല്ല, കൊച്ചിന് കന്നഡ അറിയാവോ? ചെറുങ്ങനെ മനസ്സിലാവന്. അമ്മ കന്നഡയിൽ വർത്താനം പറയോ വീട്ടില്? ഞാന് കന്നഡം പഠിക്കാൻ നോക്കി, അങ്ങനെയാ നമ്മള് മലയാളം പഠിച്ചത്. അതിലും മനസ്സിലായേ. പക്ഷെ കന്നഡ മലയാളം പറയാൻ കവിക്ക് പാടുണ്ടായിരുന്നോ? മലയാളം ആദ്യം വന്നേരല്ല ഭയങ്കര ബുദ്ധിമുട്ടേനു. ഞാന് ശരിക്കും അങ്ങനെ മലയാളം അറിയില്ലേനു. നമ്മളെ വീട്ടില് അങ്ങനെ സംസാരിക്കലുണ്ട് അന്ന്. അപ്പോ അച്ഛന് തലശ്ശേരിക്കാരനാണ്.
അപ്പൊ ചെറുങ്ങനല്ല മലയാളം നമ്മൾ അങ്ങനെ സംസാരിക്കാമല്ലോ. പിന്നെ കണ്ണൂർ ഭാഷ ഭയങ്കര സ്പീഡല്ലേ, ഇച്ചിരി ഓട്ടം കൂടുതലല്ലേ, പക്ഷെ നല്ല രസാ കേൾക്കാനായിട്ട്. പക്ഷെ അത് സ്പീഡായതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഇവരോട് സംസാരിച്ച അമ്മയോ ചേച്ചിമാരോ ചേട്ടനാരോ ആക്ച്വലി കവിയുടെ വീട് കർണാടകയിലെ മടിക്കേരി. മടിക്കേരി. നമ്മളെ ഈ കണ്ണൂർ ജില്ലേന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് മടിക്കേരി. 100 കിലോമീറ്റർ ഉള്ളൂ. ഇങ്ങനെ കണ്ടുപിടിച്ചു. അത് എന്തോ പറയാനല്ലേ, ഇങ്ങോട്ട് പോരാണ്ട് അങ്ങോട്ട് പോയ പോലെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എന്തോ പറയാനുണ്ട്. പഴഞ്ചല്ലേ. നാട്ടില് സത്യത്തില് നാട്ടില് ഞാൻ പെണ്ണന്വേഷിച്ചു, ഡ്രൈവറാണ്. പിന്നെ കുറെ നമ്മള് ഇതെല്ലാം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒന്നും നടക്കുന്നില്ല, നമ്മള് ജോലിയെല്ലാം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ അവിടെ കർണാടകത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാൻ പെൺകുട്ടി ഉണ്ട് അന്വേഷിച്ചു പോയപ്പോ കൊറേ പോയി. അവസാനം കണ്ടേ ഇവളെ. പിന്നെ ഇവളൊറ്റപ്പെടുത്തോ അന്ന മതിയെന്ന്. അതുകൊണ്ട് അല്ലാതെ ബിജുവിന് വേണ്ടിയിട്ടല്ല, കവിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, ഞാൻ ആദ്യം പെണ്ണ് കാണാൻ വന്നേരം മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഭാഗ്യമുണ്ട് കല്യാണം നടത്തുന്നത്. ഓക്കെ. മലയാളിയാണോ വീട്ടുകാരെല്ലാരും? തലശ്ശേരി. അച്ഛൻ തലശ്ശേരിയാണ്, അമ്മ കർണാടകത്തിലാണ്. അപ്പൊ അങ്ങനെ ആടെ ജോലിക്ക് പോയ സ്ഥലത്ത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ആടെ തന്നെ സെറ്റിലായി. അമ്മ എല്ലാരും. അപ്പൊ വീട്ടില് മലയാളം മലയാളം പറയും, കന്നഡ. ഇവിടെ ബിജുവിന്റെ വീട്ടിൽ വന്ന പിന്നെ നല്ല വർത്താനം, നല്ലോണം മലയാളം ഇവിടെ നമ്മളെ കണ്ണൂരെ പോലെ മലയാളം പറയാൻ തുടങ്ങി. എന്നാലും അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ വാക്കല്ലോ പറയുമ്പോ സാധനങ്ങൾ അടുക്കളയില് പണിയെടുക്കുമ്പോ ഓരോരോ സാധനങ്ങൾ, ഇപ്പൊ കാട്ടൻകൊരി ആയാലും ചൂലായാലും നമ്മള് ഇത് എന്നാ വെച്ചിട്ട് കാസേര്, ഇതെല്ലാം പറയുമ്പോ നമ്മളവിടെ പാവു എന്ന് പറയും. കന്നഡത്തില് കാസേരിക്ക് പാവു. പിന്നെ ഇതിന് കിണ്ണത്തിന് ഗുണ്ടുകുണ്ട, അതെ, അങ്ങനത്തെ കൊറേ വാക്കുകള് വരാണ്ടുണ്ട്. അതെ, ഇവര് കൊറേ സംസാരിക്കുമ്പോ അമ്മ നല്ലോണം നാട്ടും പുറത്തല്ലേ. അപ്പൊ അമ്മയുടെ അടുത്ത് ഇവള് വന്നോട് ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് തിരിയുന്നുണ്ടായിട്ടില്ല. അപ്പൊ അന്നേരം ഇങ്ങനെ ഇവര് പറയുന്നല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ. അപ്പൊ പാനി എന്നെല്ലാം പറയുമ്പോ അമ്മ വിചാരിക്കുന്നത് പാനിന്ന് അമ്മ പറയും പറഞ്ഞത്. അല്ല, വേറെ ഏതോ വാക്കല്ലേ ഉപയോഗിച്ചേ. നമുക്ക് നട്ടി നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു, വെള്ളം വരില്ലേ. അപ്പൊ പാനി എടുക്കാൻ പറയുമ്പോ അത് ഉള്ളത് അത് ബിന്ദിക എന്നാ പറയാ നമ്മള് കർണാടകത്തില്. കുടത്തിന് ബിന്ദിക എന്ന് പറയുമ്പോ അമ്മ എന്ന് അറിയാണ്ട് ഇങ്ങനെ കണ്ടു. ശരിക്കും നിങ്ങളുടെ വ്ളോഗ്സ് കുറെ കാണാറുണ്ട്. അതിനകത്ത് ഒരു അമ്മൂമ്മ ഉണ്ടല്ലോ, നമ്മുടെ അമ്മ അല്ലാണ്ട് ഒരു അമ്മൂമ്മയില്ലേ, അതാരാ? അമ്മയത്. ഓ, അത് ശരി. അതാണ് അമ്മ. എനിക്ക് തോന്നി, പിന്നെ എനിക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ അമ്മയെ ഭയങ്കര സ്കോറിങ് കേട്ടോ. വീട്ടിൽ വന്നാല് നിക്കും. ഇഷ്ടം അമ്മയ്ക്കൂടെ. ആദ്യം അമ്മക്ക് നിക്കുമ്പോ ഭയങ്കര, പിന്നെ പിടിച്ചു നിർത്തിച്ചിട്ട് പിന്നെ നല്ല ഇഷ്ടമാവാൻ പിന്നെ നല്ല ഇഷ്ടല്ലേ. ഓക്കെ, ഇത് കുറച്ച് നേരം നല്ല മണമുണ്ട് കേട്ടോ. അത് എന്തൊരുത്തിക്ക പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും അമ്മൂമ്മ തന്നു കേട്ടോ എനിക്ക്. കരിയായൊരപ്പം. അതെന്താ അത്? നമ്മള് എന്താ കല്യാണത്തില് പോകുമ്പോ കരിയായിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ കാര്യായിട്ടുണ്ടാവുന്ന അപ്പത്തിന്റെ നമ്മുടെ നാട്ടിലെ വിശേഷമായാലും എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലാക്കുന്ന കാര്യമായിട്ടില്ല. കാര്യമായിട്ട് ആക്കുന്ന അപ്പാന്ന് ഉണ്ണിയപ്പം പറയും. ഉണ്ണിയപ്പം. ഓ, അത് ശരി. അത് അവിടെ കാര്യപ്പം. അതാണ് കുഞ്ഞു കുറെ നേരമായിട്ട് കാര്യമായിട്ടുള്ള ഒരു അപ്പ തന്നു വിട്ടത് അല്ലേ. അത് വിശേഷങ്ങൾക്ക്, അത് വിശേഷ കല്യാണം, പിന്നെ കുടിയല്, ഇത് കൂടാണ്ട് അവിടെ വിശേഷം പറ്റില്ല. ആദ്യം വിളമ്പുമ്പോ അപ്പാന്ന് വിളമ്പോ എന്ത് വിശേഷത്തിന് കാര്യമായിട്ടുള്ള അപ്പം പറയുന്നത്. ഓ, എന്റെ ദൈവമേ, കൊച്ചു എന്നാ വർത്താനൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, കൊച്ചിന് വിശക്കുന്നുണ്ടോ? കൊച്ചു തളർന്നൊക്കെയാ വർത്താനം പറയുന്നത്. വിശക്കുന്നുണ്ടോ? ഇച്ചിരി വിശക്കുന്നുണ്ടോ? അതിന്റെ ഭക്ഷണം തരട്ടെ? ആന്റി അല്ലേ, ചേച്ചി ഭക്ഷണം തരട്ടെ? എടുത്തോണ്ട് തരട്ടെ? ഓക്കെ, ഞാൻ ഇതുകൊണ്ട് അമ്മ തന്നത് അങ്ങ് വെച്ചേച്ചു വരാവേ.